നന്നാവല. ഈ ആഖിബത്ത് നന്നായ ആൾക്കാരെ അവിടെ കിടക്കുന്നവര് ആരായിരുന്നു? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. മുശ്രിക്കിന്റെ തറവാട്ടിൽ ജനിച്ച ആളല്ലേ, മുശ്രിക്കായി ജീവിച്ച ആളല്ലേ. എങ്ങനെ കടന്നു വന്നു ഇസ്ലാമിലേക്ക് വന്നു എന്ന് മാത്രമല്ല, സിദ്ദീഖ് കേ ലിയേ ഹേ ഖുദാ കേ റസൂൽ ബസ് പർവാന കോ ചറാഗ് ഹേ बुलबुल के फूल बस सिद्दीक के लिए है खुदा के रसूल बस. റസൂലുള്ളാഹിന്റെ അത്രയും അടുത്താണ്. ഈയാമ്പാറ്റകൾ വളക്കിന്റെ മുമ്പിൽ വന്നിട്ട് അഭയം പ്രാപിക്കുന്നത് എങ്ങനെയാണോ അത്രമേൽ സിദ്ദീഖ് റസൂലുള്ളാഹിയുമായിട്ട് അടുത്തായിരുന്നു. അതൊരു സൗഹൃദ ബന്ധമാണ്, ഹൃദയബന്ധമാണ്, ഹൃദയത്തിന്റെ തുടികൊട്ടാൻ. ദിൽ തടപ് രഹാ ഹേ, ഹൃദയം ഇങ്ങനെ തുടി കൊട്ടിക്കൊണ്ടിരിക്കുക റസൂലുള്ളാഹിക്ക് വേണ്ടി. അങ്ങനത്തെ ആളുകളായി പോയപ്പോ അവർക്ക് ഹിദായത്ത് കിട്ടി, ഈമാൻ കിട്ടി, എല്ലാം കിട്ടി. ഒക്കെ കുറുബുണ്ട് കുറെ കിട്ടാണ്ട്, കുറെ ജിവാറുണ്ട് കുറെ കിട്ടാണ്ട്. അങ്ങനെയാ ചില സഹാബി അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ നോട്ടം കൊണ്ട് തർബിയത്ത് നടത്തിന. എങ്ങനെ നോട്ടം കൊണ്ട് തർബിയത്ത് നടത്തും? ഒറ്റ നദർ നോട്ടത്തിലൂടെ പോലും തർബിയത്ത് നടത്തിപ്പോയി അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ. അവർ ഉള്ളിങ്ങനെ വായിക്കും. ഒരു സഹാബി ഒരു ദിവസം മദീനത്തെ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഓൺ ദി വേ വരുന്ന വഴിയിൽ കാണാൻ കൊള്ളാവുന്ന ഒന്നോ രണ്ടോ അറബ് സ്ത്രീകൾ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവരെ മുഖത്തേക്കൊന്ന് നോക്കിപ്പോയി. പലക്കെ നവറത്തുല്ലൂല, അറിയാതെ ഒന്നാമത്തെ പ്രാവശ്യം ഏതെങ്കിലും അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നിന്റെ കണ്ണ് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ പലക്കെ നവറത്തുല്ലൂല. നിന്റെ ഒന്നാമത്തെ നോട്ടം കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷേ കാണാൻ കൊള്ളാവുന്നതാണ് എന്ന് തോന്നുമ്പോണ്ടല്ലോ രണ്ടാമതൊരു നോട്ടം, അത് ഹറാം. ആ രണ്ടാമത്തെ നോട്ടം അറിയാതെ നോക്കിപ്പോയ സഹാബി ആരും കണ്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തി വീണ്ടും കാതങ്ങളോളം താണ്ടി ക്ഷീണിച്ച അവശനായി മദീനയുടെ പള്ളിയിലേക്ക് മുഴുവെടുക്കാൻ കടന്നു വരുമ്പോ ആദ്യമായി പള്ളിയുടെ മുഖതാവിൽ ഇരിക്കുന്നത് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റസൂൽ നേരെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ മുഖത്ത് ഞാൻ ആഭിചാരത്തിന്റെ അടയാളം കാണുന്നു. നിന്റെ മുഖത്ത് ഞാൻ ആഭിചാരത്തിന്റെ അടയാളം കാണുന്നു. ധരിച്ചുപോയി സഹാബി. പുണ്യ റസൂലെ, അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി? കാലിക്കൽ വീണിട്ട് മാപ്പ് ചോദിച്ചു സഹാബി ചോദിച്ചു, പുണ്യ റസൂൽ അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി? അപ്പ പറഞ്ഞു, അനുവദിക്കപ്പെടാത്ത രണ്ടാമതൊരു നോട്ടം നീ അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയത് ഞാൻ നിന്റെ കൽബിലൂടെ വായിച്ചെടുത്തതാണ്. ഹൃദയത്തിലൂടെ മുഖത്ത് നോക്കിയിട്ട് വായിച്ചാണ്ട് എടുത്തിട്ടാണ്ട് പറഞ്ഞു. ചില ആലിമീങ്ങൾ അടുത്ത് പോയ സമയത്ത് പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഖത്ത് നോക്കി പറഞ്ഞത്, മമ്പുറത്തന്നെ അവിടുത്തെ ഒരാൾ ഇമാമ് നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് മമ്പുറത്തെ തങ്ങളിപ്പാപ്പ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി തങ്ങളിപ്പാപ്പ മഅ്മൂമായി തങ്ങളിപ്പാപ്പ നിസ്കാരം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയി. സലാം വീട്ടിയപ്പം വലിയ ബഹളായി, പള്ളിയിൽ വലിയ ചർച്ചയായി. എന്താ സംഭവം എന്നറിയില്ല. ആളുകൾ തങ്ങളിപ്പാപ്പാന്റെ വീട്ടിൽ പോയി, എന്തേ തങ്ങളെ അങ്ങ് ചെയ്തത് അറിയൂല. പറഞ്ഞു, പാൽ കച്ചവടം നടത്തുന്നവന്റെ പിന്നിൽ മഅ്മൂമാവാൻ എന്നെ കിട്ടൂല. ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങള് മമ്പുറം നവ്വറല്ലാഹു മർഖദാ. വലിയ ചർച്ചയാണ്. അതൊക്കെ പറഞ്ഞാണ്ടുണ്ടാക്കുകയാണ്. ഇങ്ങനെയാണ് ബിദ്അത്ത് വരുന്നത്. ഇവന്റെ വല്യാപ്പ കുതുബിയത്തിന് അമീറ ഇനിയൊരു കാലത്ത് കുതുബിയത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാ. പേരക്കിടാവായപ്പോ ഇവനൊന്ന് ഗൾഫിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്ക് ഇവൻ വാദിക്കാൻ തുടങ്ങി. ഇവന്റെ അടുക്കൽ അസുലുമില്ല, ഫറവുമില്ല, ഇവന്റെ കയ്യിലൊന്നുമില്ല. ദീനുൽ ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പഠിച്ചു ഇല്ല. കുറച്ച് ഏതെങ്കിലുമൊക്കെ ഖുർആൻ പരിഭാഷ അതും ഇതൊക്കെ വായിച്ചു കണ്ട് ഒപ്പിച്ചെടുത്ത കുറച്ച് തട്ടുവിദ്യ ഉണ്ട്, തട്ടുപൊളിപ്പൻ വിദ്യ. ഈ വിദ്യയ്ക്കുണ്ട് കുറച്ച് ചാപ്പലൂസി നടത്താന്. അങ്ങനെ ഉണ്ടല്ലോ. ഈ ബസ്സിലൊക്കെ ചില കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്, പുസ്തകവും മറ്റൊക്കെ എന്തൊരു ഫ്ലുവന്റ് ആയിക്കാരം അവരെ കമാൻഡൊക്കെ. ട്രെയിനിലൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ ചില പുസ്തകമൊക്കെ പരിചയപ്പെടുത്തുന്നത്. ഈ ക്വിസ് കോമ്പറ്റീഷന്റെ ബുക്കൊക്കെ പരിചയപ്പെടുത്തുന്ന സമയത്താണ് 1000 ചോദ്യം 1000 ഉത്തരം ഇവിടെ അങ്ങനെ പറഞ്ഞു. എന്തൊരു മെന്റൽ എബിലിറ്റി. അപ്പൊ ഒരാൾ ചോദിച്ച മറ്റേയാളോട്, ഇയാൾക്ക് എന്തിനാ ഈ ബുക്ക് വിറ്റ് നടക്കണ, ഇവിടെയും പഠിപ്പിച്ചാൻ പോയിക്കൂടെ അല്ലേ, അത് ഓന്റെ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞ മാതിരി 2-3 പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അടവ് നയങ്ങളുമായിട്ട് വാദപ്രതിവാദ വേദികളെ സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന ബിദ്അത്തുകാര് ഔലിയാന്റെ കറാമത്തിനെ തകർക്കാൻ നിനക്ക് സാധ്യമല്ല. അത് അടിവരയിട്ട് നമുക്ക് പറയാൻ സാധ്യമാകേണ്ടതുണ്ട്.
ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് നേരത്തെ യാഹൂദങ്ങളെ കഥയായിരുന്നു. ആ യാഹൂദങ്ങൾ എന്ന് പറഞ്ഞ മനുഷ്യൻ ദിക്റ് ചൊല്ലി പിന്നെ ഫിക്റിലായി. ദിക്റ് കഴിഞ്ഞാണ്ട് ഒരു ഫിക്ർ, ശരീഅത്ത് വിട്ട് തരീഖത്തിലൂടെ ഹഖീഖത്തിലേക്ക് പോയ ആൾക്കാർ ഈ ഫിക്റിൽ ഇങ്ങോട്ട് ഇൻവോൾവ് ആയപ്പോ മുഴുകിയപ്പോ ഇദ്ദേഹത്തിന്റെ സ്വമേധയുള്ള ബുദ്ധി നഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഭ്രാന്ത വേഷത്തിൽ അവിടെയും പടിയൊക്കെ ഇരിക്കും, ആളുകളൊന്നും മെയിൻ ചെയ്യൂല. ഈ സ്കൂൾക്ക് പോണ കുട്ടികളൊക്കെ അങ്ങനെ കല്ലെടുത്തെറിയും, പിരാന്തൻ എന്ന് പറഞ്ഞാണ്ട് കല്ലെടുത്തെറിയും. അങ്ങനെ ഇത്രയും സില്ലിയായിട്ട് ഇദ്ദേഹത്തെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യും എല്ലാവരും. നാട് കടയൊക്കെ വരികയാണെങ്കിൽ ചെറുപ്പക്കാരൊക്കെ പാടെ കൂടിക്കാണ്ട് ഇങ്ങോട്ട് അടുക്കലി കുളിച്ചാത്ത ആളാണ് മറ്റേ ആളാണ് പറഞ്ഞാണ്ട് ഇങ്ങനെ ആട്ടും. ഇങ്ങനെ അന്യന്റെ ആട്ടും തുപ്പു ഏറ്റിട്ട് കുറ്റിക്കാട്ടിൽ പോയിട്ട് ഭജനം ഇരുന്നു ഈ മനുഷ്യൻ. ഇത്രയും കാലം നാട്ടുകാര് ഭ്രാന്തനെ എന്ന് കൂക്കി വിളിച്ച ആളടുത്തലേക്ക് മമ്പർത്തെ തങ്ങൾപ്പാപ്പ ഹയാത്തുള്ള കാലത്തായി സംഭവം. അങ്ങനെ ഒരു കാലത്ത് ഒരു സന്ദർഭത്തിൽ മമ്പർത്തെ തങ്ങൾക്ക് അന്ന് ഭയങ്കര വില, കുത്തുബുസ്സമാൻ അന്നും ഭയങ്കര വില. തങ്ങൾ എവിടെയും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം മന്ത്രിക്കാനും കൈ പിടിച്ചു മുട്ടാനും ദുആ കൊണ്ട് വസീയത്തായാലൊക്കെ ആൾ ഇഷ്ടം പോലെ കൂടും. ഇങ്ങനെ ഇരിക്കാണ് ഈ പറഞ്ഞ ആളുള്ള സ്ഥലത്തേക്ക് മമ്പർത്തെ തങ്ങൾപ്പാപ്പ വരുന്നത്. ഈ നാട്ടുകാരൻ ഭ്രാന്തന് എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കണ ആളെ സ്ഥലത്ത് തങ്ങൾപ്പാപ്പ അവിടെ എത്തിയപ്പോഴേക്ക് ആളും കാളും കണ്ടമാനം കൂടി തങ്ങളെടുത്ത് തങ്ങൾ പറയുന്നത് ശ്രവിക്കാൻ. അങ്ങനെ തങ്ങൾ ഒറ്റ കമാൻഡാ. അവിടെ എല്ലാവരും ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന സമയത്ത് തങ്ങൾ പറഞ്ഞു, ഞാൻ പറയുന്നത് ചെയ്തവൻ ആരാണ് എങ്കിൽ അവർ ഈ സദസ്സിൽ നിന്ന് എണീറ്റ് നിൽക്കണം എന്ന് തങ്ങൾ കമാൻഡ് ചെയ്താണ്ട് ക്വസ്റ്റ്യൻ. ഇന്ന് സുബഹിക്ക് ഹറമിൽ ജമാഅത്തായിട്ട് സുബഹിസ്കാരത്തിൽ പങ്കെടുത്ത ഒരാൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട്, അയാൾ എണീറ്റ് നിൽക്കണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കാരണം ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കര കോൺഫിഡന്റാ, ഞാൻ ഏതായാലും അല്ല എന്നുള്ളടത്ത്. പിന്നെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി. അങ്ങനെ നോക്കുമ്പോ ആരും കാണില്ല. തങ്ങൾപ്പാപ്പാക്ക് ദേഷ്യം പിടിച്ച് തങ്ങളെ ശൈലി മാറി. മമ്പർത്തെ തങ്ങൾപ്പാപ്പ പറഞ്ഞേ കേട്ടില്ലേ, ഇന്നത്തെ സുബഹി ജമാഅത്ത് ഹറം ഷരീഫിലെ ഇമാമിന്റെ പിന്നിലെ ഒന്നാമത്തെ സഫിൽ കഅബന്റെ മുമ്പിൽ നിന്ന് നിസ്കരിച്ച ഒരാള് ഈ കൂട്ടത്തിലുണ്ട്, അയാൾ എണീറ്റ് നിൽക്കണം എന്ന് പറഞ്ഞത് കേട്ടില്ലേ? കുത്തുബുസ്സമാന്റെ ശൈലി മാറിയപ്പോ കുറ്റിക്കാട്ടിൽ നിന്ന് അല്പവസ്ത്രധാരിയായ ജടകുത്തിയ മുടികളുള്ള ഒട്ടിയ വയറുള്ള കുഴിഞ്ഞ കണ്ണുള്ള നാട്ടുകാരും കുട്ടികളും ഭ്രാന്തനെന്ന് വിളിച്ച മഹാനായ മനുഷ്യൻ മെല്ലെ മെല്ലെ കുഞ്ഞാടിനെ പോലെ എണീറ്റ് നിന്നു. തങ്ങൾ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചു, ജനങ്ങളെ ശ്രദ്ധ അങ്ങോട്ട്. മനസ്സിലായോ? എന്നിട്ട് പറയാണ് തങ്ങൾ പാപ്പ, ഈ മനുഷ്യന്റെ ദറജ നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നത്തെ സുബഹിസ്കാരം ഹർമെന്നായിരുന്നു. നാട്ടുകാർ ഇദ്ദേഹത്തെ ബഹിഷ്കരിച്ചതോ ഒരൊറ്റ നിസ്കാരത്തിന് പള്ളി കയറൂല, വലിയ എന്ന് പറഞ്ഞ് നടക്കുക. ഈ മനുഷ്യനെ എവിടെ എത്തി? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മുള്ളെടുക്കാൻ മുള്ള് വേണം. മുള്ളെടുക്കണമെങ്കിൽ മുള്ള് തന്നെ വരണം. ആ ശൈലിയിലേക്ക് മമ്പർത്തെ തങ്ങൾപ്പാപ്പ യാഹൂ തങ്ങൾ അങ്ങോട്ട് ഉയർത്തി. പിന്നെ അന്ന് മുതൽ മമ്പർത്തെ തങ്ങൾപ്പാപ്പാന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടെ ഈ യാഹൂ തങ്ങൾക്കൊക്കെ ശരിക്കൊരു വലിയന്റെ പരിവേഷം നാട് മൊത്തം കൊടുത്തു എന്നാണ്. അങ്ങനെ മുള്ളെടുത്തിട്ട് മുള്ളു പോയ സംഭവങ്ങളും മുള്ളിനെ എടുത്തു കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ മലപ്പുറത്തിന് ഇഷ്ടം പോലെ ഉണ്ട്. ഇബ്നു ദഖീഖുൽ ഈദിയെ പറ്റി നൂറുൽ അബ്സാറിലൊരു ചരിത്രം പറയുന്നുണ്ട്. കിതാബിന് ശരിക്കും രേഖ അനുസരിച്ച് വന്ന തന്നെയാണ്, കെട്ടുകഥയൊന്നുമല്ല. ഇബ്നു ദഖീഖുൽ ഈദി എന്ന് പറയുന്ന അന്നത്തെ മഹാനായ പണ്ഡിതൻ വലിയ ഫഖീഹായിരുന്നു. അതുപോലെ തന്നെ തത്വശാസ്ത്രത്തിലും തഫ്സീറിലൊക്കെ ഭയങ്കര മഹാറത്തായിരുന്നു അദ്ദേഹത്തിന്. ഇബ്നു ദഖീഖുൽ ഈദി പിന്നെ ഒരു ആലിമിന്റെ വേഷത്തിൽ അന്നേ നാട്ടിൽ നടക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കാനും കൈ പിടിക്കാനും ദുആ കൊണ്ട് വസിയ്യത്തായാലൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെയാണ്. ഇബ്നു ദഖീഖുൽ ഈദി നാട്ടിലൊരു ഖലീഫയെ പോലെ ജീവിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടിലൊരു മഹല്ല് പള്ളിന്റെ മുമ്പിൽ എന്നുണ്ടൊരു ഭ്രാന്തം വന്ന് അങ്ങനെ ഇരിക്കും. നിസ്കാരത്തിന്റെ സമയത്തും പള്ളിന്റെ പെടാൻ പിന്നെ വരാന്തമ്പോ തന്നെ ഇതേ ഇരിക്കുക, പള്ളിയിലുള്ളിൽ കയറൂല. നാട്ടുകാരൊക്കെ പാടെ പരാതി വരാൻ തുടങ്ങി. ഇങ്ങനെ കണ്ടവർക്കും പിന്നെ പുറത്തുള്ളവർക്കൊക്കെ വന്ന് കയറാനുള്ള സത്രമൊന്നുമല്ല ഈ പള്ളിന്റെ വരാന്താന്ന് പറഞ്ഞാൽ. കുറെ വാച്ച് ചെയ്തു, അയാൾ നിസ്കരിക്കാനൊന്നും പറ്റുന്നില്ല. ലാസ്റ്റ് നാട്ടുകാരൊക്കെ പാടെ ഇബ്നു ദഖീഖുൽ ഈദിന്റെ അടുത്ത് പോയാണ്ട് പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യന്റെ അടുത്തൊന്ന് പോയി പറയണം, ഒന്നുക്ക് പള്ളി കയറുക അല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിടുക. ഇത് പറയാൻ വേണ്ടി നാട്ടുകാരൊക്കെ അപേക്ഷ ഏറ്റെടുത്തിട്ട് പുറത്തിരിക്കുന്ന ഭ്രാന്തനെ പോലെ തോന്നിപ്പിക്കുന്ന ഈ പള്ളിയുടെ വരാന്തയിലിരിക്കുന്ന ആളെടുത്ത് പറയാൻ വേണ്ടി ഇബ്നു ദഖീഖുൽ ഈദി പോയതാണ് നൂറുൽ അബ്സാറിൽ പറയുന്നത്. ദഖീഖുൽ ഈദി പോയിട്ട് കുറച്ച് പരുഷ സ്വഭാവത്തിൽ സംസാരിച്ച് കുറച്ച് കടന്നുപോയി. നിങ്ങൾ പുറത്തു പോകണം, നിങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല,
എന്നൊക്കെ പറഞ്ഞ് കുറെ ഈ വലിയാണ് ഇരിക്കുന്നത് എന്നോ ഇബിന് ദഖീഖുൽ ഈദിക്ക് അറിയില്ല. എന്നാ ഈ ഇരിക്കുന്ന ആള് വലിയ അള്ളാഹുവിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ, അംഫാസിയായ ദിക്റിലൂടെ അടുത്തടുത്തടുത്ത് പോയി ജദ്ബിന്റെ ഹാലിലെത്തിയ വലിയ ഇവിടെ നിസ്കാരം നമ്മൾ കാണാനോ. ഈ മനുഷ്യൻ ഇത് കേട്ടപ്പോഴേക്ക് ഇബ്നു ദഖീഖുൽ ഈദി കാലി കൊണ്ടൊരു തട്ട് തട്ടിക്കുന്നു. മഹാനായ ഇബ്നു ദഖീഖുൽ ഈദി സംഭവം വിവരിച്ച് പറയാണ്, അവസാനം അദ്ദേഹം ദ്വീപിലാണ് എത്തിപ്പെടുന്നത്. ഒരു ദ്വീപിൽ, ആ ദ്വീപിലൂടെ ഇങ്ങനെ നടക്കുന്നൊരു സംഭവമുണ്ട്. ദ്വീപിലൂടെ നടന്ന് അവിടെ ഒരു മരതകത്തിനെ പോലെയുള്ള ഒരു പള്ളി കാണുന്നു. നാട്ടുകാരെ സംഘടിപ്പിച്ച് പള്ളിയിൽ കയറുന്നു മഹാനായ ഇബ്നു ദഖീഖുൽ ഈദി. പള്ളിയിൽ കയറി വുളു എടുത്തിരുന്ന് കരഞ്ഞ് ദുആ ചെയ്ത് അങ്ങനെ ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു. മിഹ്റാബിക്ക് ഇമാമ് കയറി നിന്നു. പിന്നെ ഇമാമ് തിരിച്ചുപോയി. ഇമാമ് സലാം വീട്ടിയപ്പോ ഇമാമിന്റെ അടുക്കലേക്ക് മിഹ്റാബിക്ക് ഒരുപാട് വലിയ തലകെട്ടും വലിയൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ, പരിചയമില്ലാത്ത വെള്ള വസ്ത്രധാരികൾ കടന്നു വന്നിട്ട് കൈമുത്തുന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഇത് കണ്ട ഇബ്നു ദഖീഖുൽ ഈദി ദ്വീപിൽ ആലിമിന്റെ വലിയന്റെ തട്ട് കിട്ടിയിട്ട് ദ്വീപിൽ പോയി വീണ ഇബ്നു ദഖീഖുൽ ഈദി ദ്വീപിലെ പള്ളിയിലെ ഇമാമിനൊന്ന് കണ്ടിട്ട് സലാം പറഞ്ഞൊന്ന് മുസാഫാത്താക്കി, ഒന്ന് മുലാഖാത്താക്കി പോരാന്ന് വിചാരിച്ച് സലാം പറഞ്ഞ് കൈ കൊടുത്ത് മുഖത്തേക്ക് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ പള്ളിന്റെ ഉമ്മറത്തിരിക്കണം പിരാന്തന ഈ പള്ളിയിലെ ഇമാം എന്ന് ഇബ്നു ദഖീഖുൽ ഈദിക്ക് ബോധ്യപ്പെട്ടു. അവിടെ വീഴുന്നു, കാൽക്കൽ വീഴുന്നു, മാപ്പ് ചോദിക്കുന്നു, തിരിച്ചറിയുന്നു. അപ്പോ ജിന്നുകളും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും അടങ്ങുന്ന അവർക്ക് മാത്രം പ്രവേശനമുള്ള പള്ളിയിലാണ് ഇപ്പൊ ഇബ്നു ദഖീഖുൽ ഈദി എത്തിപ്പെട്ടതും. ആ പള്ളിയിലെ ഇമാമാണ് അള്ളാഹു ബഹുമാനിച്ച് ഈ വലിയ എന്നതും അള്ളാഹു കാട്ടിക്കൊടുത്തത് ഈ വലിയന്റെ കറാമത്ത് കൂടെ. എത്ര സംഭവങ്ങളാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എന്റെ പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ചേർത്ത് വായിക്കുന്ന സമയത്ത് അവരുടെ ഹവ്വിലൂടെ, അവരുടെ ഫൈദിലൂടെ നമ്മൾ ജീവിച്ചു പോയ ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെയാണ് നമ്മളൊക്കെ പോണത്. സത്യം പറയുകയാണെങ്കിൽ ഇതാണ് ഔലിയ. ഇത് മരിച്ചാലും മുറിയില്ല, മരിച്ചു പോയാലും മുറിയില്ല. ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നടക്കും ഈ മക്കാമുകളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആഭാസങ്ങളും പേക്കൂത്തുകളൊക്കെ? നിങ്ങൾ ആലോചിച്ചു. അത് ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ അടുത്ത് പോയിട്ട് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ കുറ്റസമ്മതം നടത്തിയിട്ടും ദുആ ചെയ്തിട്ടും അവരുടെ ഫൈദ് നമ്മൾ എടുക്കണം. ജിവാറുണ്ട്. പരിസര ശക്തി ഗുണത്താൽ മർത്യൻ പരിശുദ്ധരാകും, പാപിഷ്ടർ പോലും മുല്ലപ്പൂമ്പൊടിയേറ്റുകിടക്കും, പുല്ലിനുമുണ്ടാ സൗരഭ്യം. മുല്ലപ്പൂ വള്ളിയിൽ നിന്ന് ഞെട്ടറ്റ് വീണ്, അത് ഞെട്ടറ്റ് വീണതൊരു പുല്ലിന്റെ മുകളിലേക്കാണെങ്കിലും ശരി, പരിസര ശക്തി ഗുണത്താൽ മർത്യൻ പരിശുദ്ധരാകും, പാപിഷ്ടർ പോലും. അതല്ലേ പുണ്യ റസൂലിനെ പറ്റി കവിത പാടിയത്. അള്ളാന്റെ റസൂലെ, അങ്ങയുടെ കാലത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എത്ര സമാധാനമായിരുന്നു. എന്തിനാണ് പടച്ച റബ്ബേ എന്റെ ഹബീബില്ലാത്ത കാലത്ത് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്നൊരു മഹാനായ കവി റസൂലുള്ളാഹി തങ്ങളുടെ കാലക്കാരനാവാത്തതിന്റെ പേരിലുള്ള ആവലാതി പടച്ച റബ്ബിന്റെ മുമ്പിൽ കെട്ടഴിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, പുണ്യ റസൂലിന്റെ കാലക്കാരനായ മനുഷ്യനാക്കി എന്നെ പടക്കണം എന്നും ഞാൻ പറയുന്നില്ല. പിന്നെ എന്റെ ഹബീബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹബീബിന്റെ വീട്ടിന്റെ മുറ്റത്ത് തളിർക്കുന്ന ഒരു മുന്തിരി വള്ളിയായിട്ടെങ്കിലും എന്നെ പടക്കാമായിരുന്നല്ലോ തമ്പുരാനെ. മുത്തീ റസൂൽ വീട്ടുമുറ്റത്തോരോ മുന്തിരി വള്ളിപ്പാടർപ്പാണെങ്കിൽ നിത്യവും ആ ദേഹം മുത്തും തന്നൽ എന്നെയും തഴുകി തണുപ്പിച്ചേനേ. പരിശുദ്ധ പൂമാന്റെ വീട്ടിന്റെ മുറ്റത്ത് തളിർത്ത് പന്തലിച്ച മുന്തിരി വള്ളിയാണ് ഞാനെങ്കിൽ എത്ര ഭാഗ്യമായിരുന്നു തമ്പുരാനെ. മദീനയുടെ മന്ദമാരുതൻ എന്റെ പുണ്യപ്രവാചകന്റെ പൂമേനിയിൽ തലോടി, പിന്നെ കടന്നു വരുന്നത് എന്നെ തലോടാനല്ലയോ തമ്പുരാനെ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ലോകം കണ്ട സൗഭാഗ്യമാണ്. പുണ്യ റസൂലിന്റെ പൂമേനിയിൽ സ്പർശനം നടത്തിയ മന്ദമാരുതൻ എന്നെയും സ്പർശിക്കുമായിരുന്നു. മുല്ലപ്പൂം പൊടിയേറ്റുകിടക്കും, പുല്ലിനുമുണ്ടാ സൗരഭ്യം. ഇല്ലെങ്കിൽ പറയാണ്, റസൂലുള്ളാഹിനെ ബദറിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്ന ഒട്ടകമാണ് ഞാനെങ്കിലും മതിയായിരുന്നു, എന്നെ മനുഷ്യനാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിക്കുന്ന മിണ്ടാപ്രാണിയായ ഒട്ടകമാക്കി കൂടായിരുന്നോ തമ്പുരാനെ? ഒട്ടേറെ ദൂരം നടക്കാനൊക്കും
ഒട്ടകമായി പിറന്നുവെങ്കിൽ താമര തോൽക്കുന്ന താഹതന്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ, ഭാരം ചുമന്ന് തളർന്നേനെ ഞാൻ, ബദറിൽ ശരങ്ങൾ തടുത്തേനെ ഞാൻ. പുണ്യപ്രവാചകന്റെ ശരീരം വഹിച്ചു കൊണ്ടുപോകുന്ന മിണ്ടാപ്രാണിയായ ഒട്ടകമാണ് ഞാനെങ്കിൽ ബദറിന്റെ മണ്ണിലേക്ക് അബൂജഹലിനോട്, ഉത്ബത്തിനോട്, ശൈബത്തിനോട്, വലീദിനോട്, ഖുറൈശികളുടെ വില്ലാളി വീരന്മാരോട് പോരടിക്കാൻ എന്റെ കരളിന്റെ തുടിപ്പേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുമ്പോൾ പുണ്യ റസൂലിനെ വഹിക്കുന്ന ഒട്ടകമാണ് ഞാനെങ്കിൽ എത്ര വലുതായ ഭാഗ്യമാണത്. കാരണം പുണ്യ റസൂലിന്റെ ശരീരം വഹിച്ച് ഞാൻ ബദറിലേക്ക് പോകും. ഭാരം ചുമന്ന് ഞാൻ തളർന്നാലും ആ തളർച്ചക്കൊരാനന്ദമുണ്ട്. പുണ്യ റസൂലിന്റെ ശരീരത്തിലേക്ക് ശത്രു എഴുതുവിടുന്ന അസ്ത്രങ്ങളെ, അമ്പുകളെ, കൂരമ്പുകളെ പ്രതിരോധിക്കാൻ എന്റെ ശരീരം ഞാൻ ഉപയോഗപ്പെടുത്തുമായിരുന്നു തമ്പുരാനെ എന്ന് കവിത പാടിയ കവിയുടെ വരികൾക്ക് എത്ര അനശ്വരതയുടെ മുഹൂർത്തം, മേൽവിലാസം കൽപ്പിക്കാൻ സമയം അതിക്രമിച്ചു പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നമ്മൾ മാറ്റമുണ്ടാക്കേണ്ടിയിരിക്കുകയാണ്. ആരിഫീങ്ങളുടെ അടുക്കലേക്ക് കടന്നുപോയിട്ട് ഖൽബിന്റെ ഉള്ളിൽ വേണം ഒരു മാറ്റം. നാട് ഫസാദാവാൻ, നാട് ചീഞ്ഞു നാറാൻ പത്രങ്ങളും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് വെറും മറുവശങ്ങൾ മാത്രമാണ്. ഡൽഹിയിലെ പെൺകുട്ടി മരിച്ചു, ഓക്കെ. പെൺകുട്ടി മരിച്ച സമയത്ത് പെൺകുട്ടിയെ കൊന്ന കൊലയാളികൾക്ക്, ഘാതകർക്ക്, മാനഭംഗപ്പെടുത്തിയ ആളുകൾക്ക് വധശിക്ഷ കൊടുക്കണം എന്ന് പറയുന്ന പരുവത്തിലേക്ക് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം പോലും വന്നിരിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇമ്പോർട്ടന്റ് ഓഫ് ഇസ്ലാമിക് പണിഷ്മെന്റ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിവാഹിതനായ ഒരാൾ അവിഹിത ബന്ധത്തിൽ അഥവാ പൂർവ്വ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട പണിഷ്മെന്റ് റജം എന്ന പദപ്രയോഗത്തിലാണ് ഇസ്ലാം അതിനെ പ്രയോഗിച്ച് എറിഞ്ഞു കൊല്ലണം, വധശിക്ഷ നടത്തണം എന്നർത്ഥം. നിങ്ങൾ നോക്കൂ, ഒരു ഇസ്ലാമിക രാജ്യം നൂറ്റാണ്ട് 14 മുമ്പ് ഈ ഒരു കാര്യം ഡിക്ലെയർ ചെയ്തപ്പോ അത് തീവ്രവാദമാണ്, കുറച്ച് കടുങ്കൈയാണ്, ഇങ്ങനെയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിരുന്ന ആളുകൾ ലാസ്റ്റ് ഒരു മതേതര രാജ്യം അല്ലേ, എല്ലാ മതങ്ങളും ഇസങ്ങളും തിങ്ങിപ്പാർക്കുന്ന മതേതര രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം പറയാണ് മാനഭംഗക്കാരന് വധശിക്ഷ കൊടുക്കണം എന്ന് രാജ്യത്തിന്റെ നീതിപീഠം സമഗ്രമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ RSSന്റെ നേതാവി പോലും പറഞ്ഞു, പെണ്ണിന് വീടിന്റെ ഉള്ള നല്ലത്, അവള് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ നല്ലത്. അത് വലിയ വിവാദമായി. ഇസ്ലാം എന്ന് പറഞ്ഞിന് ഇത്തരം കാര്യങ്ങൾ. പെണ്ണേ, നീ നിന്റെ വീട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് തന്നെയാണ് പുറത്തിറങ്ങുന്നത് എങ്കിലും ശരി, ഇസ്തശ്റഫഹ ശൈത്താൻ, ആ പെണ്ണിനെ പിശാചിന്റെ കണ്ണ് പിന്തുടരുന്നതാണ്. ഇസ്ലാമിന്റെ വേഷം ചിലപ്പോ പിശാചി വരുന്നത് വേറെ ഏതെങ്കിലും പൂവാലന്റെ കോലത്തിലേക്കാണ്. നമ്മൾ പൂവാലെന്നും വ്യാജകാമുകൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിലേറെ യോഗ്യമായ ഒരു ഭാഷ, ഒരു ലാംഗ്വേജ് ഉണ്ട്, ദാറ്റ് ഈസ് പിശാച്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. റസൂലുള്ള അന്ന് വാണിംഗ് തന്നാ, ഇന്നിപ്പോ കേൾക്കുന്നിടത്ത് മുഴുവൻ തന്നെ കഥ, കേൾക്കുന്നിടത്ത് മുഴുവൻ തന്നെ കഥ. ഇന്നലെ ഒരു പത്രത്തിലുണ്ട്, 7 കൊല്ലം കൂടെ നടന്ന് ശാരീരികമായി പീഡിപ്പിച്ചതിന് ശേഷം ഒഴിവാക്കി ആ കാമുകനെതിരെ യുവതി കേസെടുത്ത് കഴിഞ്ഞ ആഴ്ച 7 കൊല്ലോളം ഉടനി. എന്നിട്ട് FIR-ൽ ഇവിടെ പേര് പോലും ഇല്ല. ഇപ്പൊ 1-ാം പ്രതി. ഇപ്പൊ ഇനി ജന്മണ്ടെങ്കിൽ പുറത്ത് വെളിച്ചം കാണൂല, ഒക്കെ ശരിയാ. പക്ഷെ പെണ്ണിന് ഇങ്ങനെ കൂട് തുറന്നിട്ടിട്ടൊരു സമ്പ്രദായം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സൗദി അറേബ്യയിലൊക്കെ ഈ പീഡനത്തിന്റെ കേസൊക്കെ ആണെങ്കിലും ആണിനും ചോദ്യം ചെയ്യുന്ന അതേ റിസ്കില് പെണ്ണിനും ചോദ്യം ചെയ്യും. ചിലപ്പോ കൂട്ടിലോളം കിടക്കേണ്ടി വരും. ഇന്നിപ്പോ ഇന്ത്യ രാജ്യത്തും കേരളത്തിലൊക്കെ പെണ്ണിന് എന്തു ആവാ, ഓക്ക് ഏത് നട്ടപ്പാതിരക്കും ഏത് വേഷമിട്ട് നടക്കുക, ഓളെ മേത്ത് ഒരാൾ തോണ്ടി അയാൾ 1-ാം പ്രതി. ഇവിടെ ഒരു പ്രതിപട്ടികയിലും ഇപ്പോൾ ഉണ്ടാവില്ല. ഇങ്ങനെ ലിബറൽ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അറ്റ്മോസ്ഫിയർ ഡൽഹിയിലെ പെൺകുട്ടിക്ക് പോലും ഉണ്ടായില്ലേ? എന്തായി പറയണേ? ഡൽഹിയിലെ പെൺകുട്ടി എങ്ങനെ മാനഭംഗം ചെയ്യപ്പെട്ടത്? 8 മണിക്ക് അടക്കണ ഹോസ്റ്റലിൽ പഠിക്കണ പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയാ അവള്. ചില്ലറക്കാരിയ. UP അവളെ പേര. ഉത്തർപ്രദേശിലെ അവളെ വീട്. ഇന്ത്യ രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിരിക്കുന്ന ഇന്ദ്രപ്രസ്ഥത്തിൽ എന്താ അവൾക്ക് കാര്യം? അവിടെ പഠിക്കുക. എന്നാ അവിടെ പഠിക്കാൻ വരുമ്പോ പഠിക്കുന്ന ലോ, അതിന്റെ മാനിഫെസ്റ്റോ, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൈകാര്യം ചെയ്യണ്ടേ?
ഒരു ഹോസ്റ്റലിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് അവളെ ഹോസ്റ്റലിൽ 8 മണിക്ക് അടക്കം ഇതിന്റെ ഗേറ്റ് വാൻ ഉണ്ട്, വാച്ച്മാൻ ഉണ്ട്, പിന്നെ ഇവർക്ക് പാരന്റ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, നോൺ സ്റ്റാഫ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ഹോസ്റ്റലിന് 8 മണിക്ക് അടക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് എങ്ങനെ അവള് 11 മണിക്ക് ഫ്രണ്ടാണോ ഫ്രണ്ട്, മഹറമൊന്നും അല്ലല്ലോ, ഏതോ കോന്തന്റെ കയ്യും പിടിച്ചു കണ്ട് സിനിമാ ഹാളിലെത്തിന് സെക്കൻഡ് ഷോ കാണാൻ. സെക്കൻഡ് ഷോ കണ്ട് ഈ പെൺകുട്ടി 8 മണിക്ക് ഹോസ്റ്റൽ അടക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് ചാടിയ പെൺകുട്ടി 11 മണിക്ക് രാത്രി 11 മണിക്ക് സിനിമയിൽ നിന്ന് ഇറങ്ങിയ സെക്കൻഡ് ഷോ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇവര് പോണ കൊടുക്കാറിയോ, കള്ളുഷാപ്പുക. അവിടുന്ന് ശരിക്കും ഉഷാറായി ജമാഅത്തായിട്ട് കുടിച്ചതിന്റെ ശേഷമാണ് ഇവര് റോട്ടുമക്ക് ഇറങ്ങുന്നത്. ഈ റോട്ടുമക്ക് ഇറങ്ങിയതിന്റെ ശേഷം ഒരു കാലി അടിച്ചു വരുന്ന ബസ് ഇങ്ങനെ വരുന്നത്. ആ ബസ്സിൽ 5 ചെറുപ്പക്കാര് 6-ാമനായിരിക്കുന്ന 16 വയസ്സുകാരനെ ഡോർമക്ക് നിർത്തിയത്. ആ ബസ്സിന് സൺഗ്ലാസ് ഫിലിം ഒട്ടിച്ചത്. അതിന്റെ ശേഷം ഒക്കെ കമാൻഡ് പറഞ്ഞതിന്റെ ശേഷം ഈ ചെറുപ്പക്കാരനല്ലേ പറഞ്ഞത് പാലം വരെ ഞങ്ങളെ വണ്ടി പോകുന്നുണ്ട്. അതിന്റെ ശേഷമല്ലേ പല 2 ആളെയും വണ്ടിക്ക് കയറ്റിയത്. അതിന്റെ ശേഷമല്ലേ കൂട്ടമായിട്ട് 2 മണിക്കൂർ കൈകാര്യം ചെയ്തത് ഇവര് ചവച്ചു തുപ്പിയത്, പുറത്തേക്ക് എറിഞ്ഞത് അല്ലേ. പുറത്തേക്ക് എറിഞ്ഞതും പെണ്ണിനെ മാനഭംഗപ്പെടുത്തിയതും അവളെ പിന്നെ സിംഗപ്പൂരിലെ മൗണ്ട് എലിസബത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തതും അവിടെ അമേരിക്കൻ മാധ്യമങ്ങൾ വന്നതും എല്ലാം നമ്മൾ കേട്ടു, എല്ലാം കേട്ടു. എന്തേ ഈ വാർത്ത കേൾക്കാഞ്ഞ്? ഒരു പെണ്ണിനെ കൂടാണ്ട് തുറന്നു വിട്ടു. ഈ പെണ്ണ് പീഡിപ്പിക്കപ്പെടാനുണ്ടായ സാഹചര്യം ഭാരതത്തിലെ നട്ടിലുള്ള മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഉത്തരവാദിത്താണെങ്കിൽ ഇവർക്ക് ദല്ലാൾ പണിയെടുക്കുന്ന പരിപാടിയാ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. താര തടിയെന്നാക്കാനാ ആ സ്ഥിതിവിശേഷം നമ്മളെ രാജ്യത്ത് നമ്മൾ കാണാം. നമ്മളെ രാജ്യത്ത് നമ്മൾ കാണാം. അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പമ്പർന്നോളുണ്ട്, കണ്ണൂർക്ക് ഒരു പോക്കുമായിട്ട് കാമുകനെ കാണാൻ പോയതാണല്ലോ. ഓളേതോ മൊബൈലിൽ ഇങ്ങനെ നമ്പർ അടിച്ച സമയത്ത് 98 95 എന്നുള്ളത് 99 95 ആയി പോയി. ഒരു അക്കം മാറി. അത് സ്വന്തം ഭർത്താവിന്റെ മൊബൈലിക്ക് പോകേണ്ടത് അല്ലെങ്കിൽ ബന്ധുക്കളെ മൊബൈലിക്ക് പോകേണ്ടത് അന്യപുരുഷന്റെ അന്യ ജില്ലക്കാരന്റെ മൊബൈലിക്ക് പോയി. ആ പുരുഷൻ അത് അറ്റൻഡ് ചെയ്തു. ഇവിടെ ഫോണ് കട്ടാക്കി. പിന്നെ ഇയാൾ ഇങ്ങോട്ട് വിളിച്ചാൻ തുടങ്ങി. അപ്പൊ ഇവിടെ എടുക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ ആണ്ട് വിളിച്ചാൻ തുടങ്ങി. അയാൾ എടുക്കാൻ തുടങ്ങി. പിന്നെ മെസ്സേജ് ആയി. സകല കൊണ്ടാൻ വേണ്ടി ഇതിന്മേ നടക്കുക. എന്നാ ഇതിനെ എതിർക്കാനുണ്ടോ? ഇല്ല. ഒരു കൊല്ലം അവര് ഫോണായിട്ട് ബന്ധപ്പെട്ടു. ഓളെവിടെ? ഓള് അനന്തപുരിയില, തിരുവനന്തപുരത്ത്. മനോ ഇങ്ങേ തലക്കൽ ഇയാള് എവിടെ? കണ്ണൂരിൽ തളിപ്പറമ്പിൽ. ഇതിനൊരു മുടക്കും വന്നിട്ടില്ല. എന്ത് ദൂരം, എല്ലായിടത്തും ഭയങ്കര കവറേജ് അല്ലേ. അതുകൊണ്ട് തന്നെ റീചാർജിങ് നടക്കുന്നുണ്ട്, കമാൻഡ് നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ഒരു കൊല്ലം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് ഭയങ്കര കമ്പനിയായി. അവസാനം കഴിഞ്ഞ ആഴ്ച അല്ല 2 ആഴ്ച മുമ്പ് മനോരമയിൽ ഒരു റിപ്പോർട്ട് വന്നു. നിങ്ങൾ കണ്ടാവോ? ഇവള് പറയാണ് ഇയാളോട്, അല്ല പൊന്നെ കരണേ, നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് കൂടിയാൽ മതി, നമുക്കൊന്ന് കാണണ്ടേ, മീറ്റ് ചെയ്യണ്ടേ. അപ്പൊ ഇയാള് പറഞ്ഞു ആയിക്കോട്ടെ, ഇതാണ് സുബൈക്കന്നെ ഇറാൻ കെട്ടി ഇറങ്ങിയാളെ ഞാൻ കണ്ണൂർ ബസ് സ്റ്റാൻഡിലുണ്ടാവും. ഇവള് കേക്കലും ഒക്കെ ബാഗും പെട്ടി എല്ലാം റെഡിയാക്കി പിറ്റേന്ന് വണ്ടിക്ക് കയറി കണ്ണൂർ ബസ് സ്റ്റാൻഡിലുള്ള ആൾക്കാർ പറയാണ് ഇവിടെ ഒരു പെണ്ണിങ്ങനെ ഉച്ച മുതൽ വൈകുന്നേരം വരെ ഏക്കെട്ടിക്കണേ ഞങ്ങളെല്ലാരും കണ്ടിട്ടുണ്ട്. അവസാനം പോലീസിനെ വിളിച്ച് പോലീസ് പിക്ക് ചെയ്ത് കൊണ്ടുപോയി, സ്റ്റേഷൻ കൊണ്ടുപോയി. അവളെ ചോദ്യം ചെയ്തപ്പോ പറഞ്ഞ് ഞാൻ എന്റെ കാമുകനെ വാച്ച് ചെയ്യാണ്, പുള്ളിക്കാരൻ എത്തിയിട്ടില്ല, ചീറ്റ് ചെയ്തെന്നാ തോന്നുന്നത്. ഇങ്ങനെ തിരുവനന്തപുരം ഭാഷയിൽ കുറച്ച് കമാൻഡ് ഒക്കെ അടിച്ചു. അതിനുശേഷം പോലീസ് ചോദിച്ചു, അല്ല പുള്ളിക്കാരന്റെ നമ്പർ ഉണ്ട് നിങ്ങൾ എടുത്ത് പുള്ളിക്കാരത്തിന്റെ? അപ്പൊ പുള്ളിക്കാരത്തി ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തു നമ്പർ. ഒരു കൊല്ലത്തെ ബന്ധല്ലേ, ധൈര്യമായിട്ട് പറയില്ല, എന്തിനാ കിതാബ് നോക്കണ്. അങ്ങനെ നമ്പർ പറഞ്ഞു കൊടുത്ത് പോലീസ് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു. ഓൺ ദി സ്പോട്ട് നമ്മളെ പുള്ളിക്കാരൻ ഇവിടെ എത്തി, പോലീസ് സ്റ്റേഷനിലെത്തി. ഞാൻ അടുത്ത ചടങ്ങുണ്ടല്ലോ, മുഹൂർത്ത. എന്താണ്? കാമുകിക്ക് 1 കൊല്ലം മുമ്പ് വർത്താനം പറഞ്ഞ കാമുകനെ കാണിച്ചു കൊടുക്കല. 1 കൊല്ലായിട്ട് വർത്താനം പറയണ കാമുകൻ. ഇയാളിങ്ങോട്ട് വരലും ഇയാളെ പെണ്ണുങ്ങോട്ട് കാണലും ബോധം കെട്ടോട്ട് പുകലും ഒന്നിച്ചേരിന്നാ പറഞ്ഞത് പോലീസുകാർ. എന്താ കാര്യം? കാമുകൻ 68 വയസ്സുള്ള ഒരു കാക്കയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു ഇതിന്റെ കഥ പഠിച്ചാണ്. 10 വയസ്സ് മുതലാണ് തുടങ്ങുക ഈ ഏർപ്പാട്. എന്നിട്ട് അതല്ല രസം, പോലീസ് പറയാണ് ഞങ്ങൾക്ക് ഈ പമ്പർന്നോളോട് അടുത്ത ചോദ്യം ചോദിക്കാൻ വേണ്ടി ഓളം മോത്ത് വെള്ളം തെളിച്ചോണ്ടി വന്ന് ബോധം തെളിയേണ്ടത് മുതല് ബോധം തെളിഞ്ഞ് അങ്ങനെയൊക്കെ റെഡിയായി, അൺകോൺഷ്യസ് ഒക്കെ പോയി കോൺഷ്യസ് ആയി. നീ ചെന്നപ്പോ ചോദിച്ച് മാധ്യമ പ്രവർത്തകരൊക്കെ എത്തി, അപ്പോത്തിന് സ്റ്റേഷനിലെത്തിന്. കാരണം തിരുവനന്തപുരത്ത് നിന്നൊരു പെണ്ണ് വന്നാണല്ലോ, പത്രക്കാരൊക്കെ ഇങ്ങനെ ചാനലുകാരൊക്കെ ഇങ്ങനെ. അവര് ചോദിച്ചു, അല്ല സഹോദരി മാഡം, നിങ്ങൾ എന്താണ് മോഹാല്യസപ്പെട്ട് വീഴാൻ ഉണ്ടായ കാരണം, ബോധം കെടാനുള്ള കാരണം എന്താണ്? അപ്പൊ ഈ പെണ്ണ് പറയാം, എന്റെ 1 കൊല്ലം പോയി ഒരു പോക്കേ.
നമ്മൾക്ക് ആദ്യം തന്നെ ആലോചിച്ചുകൂടെയോ അല്ലേ? അവസാനം പറയാണ് സന്നദ്ധ സംഘടനന്റെ പ്രവർത്തകർ കായ് പിരിച്ചാണ്ട് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് റെഡിയാക്കി കൊടുത്തിട്ട് വണ്ടി കയറ്റി കൊടുത്തിട്ടാണ് വഷളത്തരം. നിങ്ങളൊന്ന് ആലോചിച്ചു ഇതെന്ത് ബന്ധ എത്തിനപ്പൊ തിരുവനന്തപുരത്തേക്ക് കണ്ണൂർക്കും പോണം. ഈ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ കൊല്ലം ഒരാഴ്ച 3 പെണ്ണുങ്ങളാണ്. 3 പെണ്ണുങ്ങൾ കാമുകനെ തെരഞ്ഞു വന്നാണോ? അപ്പൊ ഇവിടെ ചുറ്റിപ്പറ്റിക്കാണ്ട് ഏതോ ഒരു മാഫിയ കുറ്റിപ്പുറം ആ ഭാഗത്തോടോ ചുറ്റിപ്പറ്റിക്കാണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് എന്താ പണി? ലേഡീസ് നമ്പർ കളക്ട് ചെയ്യുക. പല പണി ലേഡീസ് നമ്പർ കളക്ട് ചെയ്യുക, പിന്നെ ആണ് കോൾ ചെയ്യുക, ആണ് മെസ്സേജ് അയക്കുക, അങ്ങനെ ഭയങ്കര ബന്ധത്തിൽ ഏർപ്പെടാ. ഈ പെണ്ണുങ്ങൾ എടുക്കുന്ന വലിയ പണോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുക, അതിനെ അവരെ ഒരിക്കലും വരുത്തുക. കുറ്റിപ്പുറത്തേക്ക് വന്ന ഒരു പെണ്ണിനെ പോലീസ് കണ്ടേങ്ങനെ അറിയാം. ഒക്കത്തൊരു കുട്ടിയുണ്ട്, 4 വയസ്സായ വേറൊരു കുട്ടി കജ്ജിലുണ്ട്. കാമുകനെ തെരഞ്ഞു വന്നാണോ? ആ ഭർത്താവിന്റെ ഒക്കെ നട്ടലിന്റെ മൂക്കാലിച്ചുക. ഞാൻ ഒരുത്തം പെരയിരിക്കണ്ടല്ലോ കോന്തൻ, ഈ മൊബൈൽക്ക് റീചാർജ് ചെയ്ത് കൊടുക്കണോ? മാസാമാസം റീചാർജ് ചെയ്ത് കൊടുക്കാനും പെണ്ണിന് ഫോൺ വാങ്ങി കൊടുക്കാനും നട്ടല് കാണിക്കുന്ന ഈ ആൾക്കാർക്ക് എന്താണ് ഒരു ഇൻബോക്സ് ചെക്ക് ചെയ്യാൻ കഴിയാത്തത്? സ്വന്തം പെണ്ണിന് മൊബൈൽ വാങ്ങിക്കൊടുത്തവൻ എന്തുകൊണ്ട് ആ പെണ്ണ് എവിടേക്കൊക്കെ കോൾ ചെയ്തു എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഗഡ്സ് അത് കാണിക്കുന്നില്ല. ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നം എന്താ നിങ്ങൾക്ക്? വിവാഹപൂർവ്വ ബന്ധമല്ല, വിവാഹത്തിന് മുമ്പുള്ള ബന്ധമല്ല. അത് കഴിഞ്ഞൊല്ലത്തെ കുഴപ്പമായിരുന്നു. പുതിയ കുഴപ്പം പൂർവ്വ വിവാഹ ബന്ധമല്ല, വിവാഹേതര ബന്ധം. വിവാഹം കഴിച്ച് 2-3 മക്കളൊക്കെ രക്ഷിതാക്കളൊക്കെ ആയതിന്റെ ശേഷം വേലി ചാടിപ്പോണ കഥയാണ് ഇന്ന് കേരളത്തിലെ രൂക്ഷമായ പ്രതിസന്ധി. ഏറ്റവും വലിയ പ്രതിസന്ധി അത് മലപ്പുറത്ത് ഭയങ്കര വ്യാപിച്ചിട്ടുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് വ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല മലപ്പുറം പെണ്ണിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് കളിവിടെ നടക്കുന്നുണ്ട്. മഴവിൽ മനോരമ ഉഷാറാക്കി കൊടുക്കണം മലപ്പുറത്തെ താത്താര. മലബാറിലെ സ്ത്രീകൾ എന്ന് അതിന്റെ ഡയറക്ടർ പറഞ്ഞു. മലബാറിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ നടത്തുന്നതെന്ന്. ഏറ്റവും കോടികൾ ആസ്തിയുള്ള ഒരു ചാനൽ ആർക്കാ? മലബാറിലെ. മലബാറിലെ പാർക്കണോല്? മലബാർ എന്ന് പറഞ്ഞാൽ ആരെ തറവാടാ? അതുപോലെ തന്നെ റേഡിയോയിലെ ആലോചിഷ്ടഗാനം പരിപാടി RK മാമനേറ്റ് കൊഞ്ചിക്കാണ്ട് വർത്താനം പറയണാരാ? മലപ്പുറത്തെ പെണ്ണുങ്ങളാ. ആലോചിഷ്ടഗാനം പരിപാടി പഠിച്ചോനെ സുബാനുള്ള അതൊക്കെ കൊടുക്ക എത്താവോ? ഇതാ പേരിനെ മലപ്പുറം MSP ഗ്രൗണ്ടിൽ ആടാം പാടാം യുവജനോത്സവം വരാൻ പോവാ. ഘോഷയാത്രന്റെ റിഹേഴ്സലും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിനു മുമ്പ് ഒരു ജില്ലാ കലോത്സവം കഴിഞ്ഞല്ലോ നമ്മുടെ നാട്ടില്. ആരാ താരം? മലപ്പുറത്ത് ജില്ലാ കലോത്സവം കഴിഞ്ഞ സമയത്ത് സംസ്ഥാന കലോത്സവത്തിന്റെ മുന്നോടിയായി മലപ്പുറം ജില്ലാ കലോത്സവം കഴിഞ്ഞപ്പോ ആരാ കലാതിലകം പട്ടം നേടിയത് അറിയോ? ഫാത്തിമ നിമ മുത്ത് റസൂലിന്റെ തങ്കക്കനിയായ കരടിന്റെ കഷ്ണായ ഫാത്തിമ ബീവിന്റെ പേരുള്ള ഒരു പമ്പർന്നോള് പെൺകുട്ടി മമ്പാട്ട് ബഷീർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ മോള്. എങ്ങനെയാ അവള് താരായത്, തിലകായത്? 3 ഇനങ്ങളിൽ A ഗ്രേഡ് നേടി. ഫാത്തിമ നിമ A ഗ്രേഡ് നേടിയ ഒരു ഇനം കേൾക്കണം നിങ്ങൾക്ക്. ഭരതനാട്യം. 2 കുച്ചിപ്പുടി. 3 മോഹിനിയാട്ടം. ഒരൊപ്പനക്ക് പോലും അവള് കൈയൊട്ടിട്ടില്ല. ഇങ്ങോട്ട് തിലക ചാർത്തി, ഇങ്ങോട്ട് കലാതിലകായി. അപ്പൊ ആലോചിച്ചു നമ്മളെ മലപ്പുറത്തെ മാപ്പിളാര് പോണ പോക്ക്. ഈ ഫാമിലി കൺസെപ്റ്റ് എവിടെ എത്തി നമ്മളെ? ഈ പെൺകുട്ടി അവിടെ കട്ടെ, ഇപ്പോൾ SSLCക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ +1 പഠിക്കുന്ന ഒരു കുട്ടിക്കാരം. ഇവിടെ ഉണ്ടല്ലോ ഒരു രക്ഷിതാവ്, ഇവിടെ ഉണ്ടല്ലോ ഒരു ഉമ്മ, ഇവിടെ ഉണ്ടല്ലോ ഒരു ഉപ്പ. ഇവരെവിടെ? പണ്ടുകാലത്തൊരു കുട്ടി മദ്രസയിൽ പോലും പോകുന്നതിന് മുമ്പ് അവൻ ബിസ്മിക റബ്ബി ചൊല്ലാൻ ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. മോനെ, നീ എങ്ങനെയാണ് ബിസ്മിക റബ്ബി ചൊല്ലുന്നത്? നിന്നെ മദ്രസയിൽ പോലും ചേർത്തിയില്ലല്ലോ. മദ്രസയിൽ പോലും ചേർക്കാൻ പ്രായമാകുന്നതിന്റെ മുമ്പ് നമ്മുടെ നാട്ടിലെ കൊച്ചു പൈതല് ഹദ്ദാദ് ചൊല്ലുകയാണ്. നാട്ടുകാർ ചോദിക്കാണ്, മോനെ പൈതലേ, കാലിന്റെ ചുട്ടിലെ ചോപ്പമാകുന്നതിന്റെ മുമ്പ് ഹദ്ദാദ് റാത്തിബ് എങ്ങനെ പഠിച്ചു നീ? കൊച്ചുമോന് പറയും, ഉമ്മീ ഹിയ മദ്രസതീ, എനിക്കൊരു ഉമ്മണ്ട്, എന്റെ ഉമ്മയാണ് എന്റെ മദ്രസ. എന്റെ ഉമ്മ പഠിപ്പിച്ചതാണ് ബിസ്മിക റബ്ബി, എന്റെ ഉമ്മ പഠിപ്പിച്ചതാണ് വദഅതു ജംബി, എന്റെ ഉമ്മ പഠിപ്പിച്ചതാണ് ഹദ്ദാദ് റാത്തിബ് എന്ന് കൊച്ചുമോൻ പറഞ്ഞ വർത്തമാനം മലപ്പുറത്ത് ഇനി കാണാൻ കഴിയൂല. ഫാത്തിമ നിമ കലാതിലകം പട്ടം നേടിയപ്പോ പത്രക്കാര് വളഞ്ഞ അത്ഭുതല്ലേ? ഒരു മുസ്ലിം പെൺകുട്ടി 3 അമുസ്ലിം ഇനങ്ങളിൽ തിലകം ചാർത്തിയ സമയത്ത് പത്രക്കാര് വളഞ്ഞിട്ട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഇൻസ്പിറേഷൻ ഡിയർ ഫാത്തിമ നിമ? അല്ല ഫാത്തിമ, നിന്റെ ഏറ്റവും വലിയ പ്രചോദനം, ഇതിന് നിനക്ക് ശക്തി തന്നത് ആരാണ്? മൈ മദർ.
എന്റെ ഉമ്മയാണ് എന്റെ പ്രചോദനം. ഈ കുട്ടി പറയാ, നിന്റെ കോച്ചാരാ? എന്റെ ഏട്ടത്തിയാ. പോരെ, മനോരമക്കാരന് പള്ളർച്ച് കിട്ടിയില്ലേ? മോനെ എമ്പാട് എഴുതാൻ കിട്ടി. പിറ്റേന്ന് മനോരമ പത്രം കോട്ടയത്തും ഫാത്തിമാന്റെ ഫോട്ടം, കൊല്ലത്തും ഫാത്തിമാന്റെ ഫോട്ടം, പത്തനംതിട്ടയിലും ഫാത്തിമാന്റെ ഫോട്ടം, മലപ്പുറത്ത് ഹൈലൈറ്റ് ആയിട്ട് വണ്ടൊക്കെ നരക്കി ഓലക്ക മുക്കിയതിന് ഫാത്തിമ താരമായി. ഫാത്തിമ താരായി. ഏത്? അലി ഇബ്നു അബീ താലിബിന്റെ ഭാര്യ സയ്യിദത്തു നിസായി അഹ്ലിൽ ജന്ന ഫാത്തിമല്ല. സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നേതാവ് പുണ്യ റസൂലിന്റെ മകള് ഫാത്തിമല്ല. ആ മകൾക്ക് പോലും കിട്ടാത്ത പരിവേഷം ഇവിടെ ഭരതനാട്യകാരിക്ക് കിട്ടി. നമ്മളെ മലപ്പുറത്ത് എവിടെ എത്തി മലപ്പുറക്കാരൻ? ഈ ചർച്ച അള്ളാന്റെ വലിന്റെ മുമ്പ് തന്നെ ആവട്ടെ. കാരണം ഈ ഔലിയാക്കന്മാരൊക്കെ കൈപടിഞ്ഞ് മലപ്പുറത്തുകാരൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാ, ഒരൊറ്റ തട്ട് അടച്ചോനെ. ഈ അള്ളാന്റെ ആരിഫ്യങ്ങൾ ഞങ്ങൾ ആത്മാവിന് പൊറുക്കാൻ കഴിയില്ല തമ്പുരാനെ. ഞങ്ങൾ ജനിച്ച് ജീവിച്ച് വളർന്ന് ദീന് പടുത്തുയർത്തിയ മണ്ണിൽ കാണുന്ന ഈ ആഭാസം കണ്ടിട്ട് സഹിക്കുന്നില്ല എന്നൊരു ചിന്ത 6 അടി മണ്ണിന്റെ ഉള്ളിൽ നിന്ന് മുഴങ്ങിക്കഴിഞ്ഞാൽ തരിപ്പണമാകാൻ, ചാരമാകാൻ നിമിഷം വേണ്ട, നിമിഷാർദ്ധം മതി. നിമിഷം വേണ്ട, നിമിഷാർദ്ധം, മില്ലി മൈക്രോ സെക്കൻഡ് മതി. സെക്കൻഡ് പോലും വേണ്ട. അവരെ പവറിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ കൈവിട ലേ? ഫാത്തിമ താരമായി. ഇവരാണെങ്കിൽ എന്തെങ്കിലും മലപ്പുറത്തെ മാപ്പിളന്റെ നിന്ന് കിട്ടാൻ നിൽക്കുക, എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നിൽക്കുക. അങ്ങനെ ഏകദേശം ഇപ്പം സത്യം പറയുകയാണെങ്കിൽ ഒരു സയനിസം ചിന്താഗതിയില് ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശിച്ചിരുന്നോ ആ രീതിയിലൊക്കെ നമ്മളെ നാട് മാറി 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 മുന്നോട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഈ വലിയന്റെ മഖ്ബറയുടെ തണലിൽ പരിസരത്തെ 7 മഹല്ലുകൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ദർസ് സംവിധാനവും മദ്രസ സംവിധാനവും മദ്രസയിലും മുഅല്ലിമീങ്ങൾക്കുള്ള ശമ്പളം അടക്കം ഈ മഖ്ബറയുടെ വരുമാനത്തിൽ നിന്ന് കൊടുക്കുക എല്ലാം ദീനിന് വേണ്ടിയാണ്. എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. ഒരുപാട് ദീനീയ ഉലൂമുകൾക്ക് ഹയാത്ത് കിട്ടുന്നുണ്ട്. ഇഹ്യാഉൽ ഉലൂം, മരിച്ചുപോയ ഇൽമിനെ ജീവിപ്പിക്കാൻ ഇവർക്ക് സാധ്യമാകുന്നുണ്ട്. അതിന്റെ ഒരു വസീലേക്ക് ആയിട്ട് പടച്ചോൻ തന്നേക്കാരവരൊക്കെ ആലോചിക്കുന്നത്. അതിന്റെ ഒരു വസീല എന്നുള്ള നിലക്ക്, ഒരു മാർഗം എന്നുള്ള നിലക്ക് ചില നാടിന് അനുഗ്രഹമായിട്ടൊക്കെ പടച്ചറബ് തന്നവരായി വരും. അള്ളാഹു അവരൊക്കെ ഫൈള് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ് നാളെ രാവിലെ 9 മണിക്ക് ദർഗാ ഷരീഫിൽ എത്തുന്നുണ്ട്. ഉസ്താദ് അവർകൾ ഏറ്റതാണ്. വൈകിട്ട് ആക്കാൻ ചില തടസ്സമുണ്ട്. ഒന്ന്, ജാമിയന്റെ പരിപാടി നാളെ നടക്കുകയാണ്. ജാമിയ നൂരിയന്റെ മഹാനായ ഉസ്താദിന് അവിടെ നേരത്തെ എത്തേണ്ടതുണ്ട്. അപ്പൊ ഇവിടുന്ന് പോകുന്ന വഴിയിൽ, അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഉസ്താദ് ഇവിടെ കയറും. വളരെ ക്ഷീണവും അവശതയും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ വകവെക്കാതെയാണ് നമ്മുടെ ഈ പരിപാടി പറഞ്ഞ സമയത്ത് സംഘാടകർ എന്നെ നേരത്തെ പറഞ്ഞ് അറിയിച്ചതാണ് ഇങ്ങോട്ട് എത്തുന്നത്. അതുകൊണ്ട് അള്ളാഹു മഹാനുഭാവന് ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവരും നാളെ നേരത്തെ ഉസ്താദിന്റെ ദുആയിൽ എത്തണം. മഹാനായ ആലിമീങ്ങളുടെ ദുആയിൽ അത് അള്ളാന്റെ ഔലിയാക്കന്മാരെ സദസ്സ് എല്ലമ്പാടാകുന്ന സമയത്ത് അവിടുത്തെ ആമീന് വലിയ പോലീസുണ്ട്. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ വരിക, സമയത്ത് തന്നെ എത്തിച്ചേരാ, ദുആയിൽ പങ്കെടുക്കുക, വസിയത്ത് ചെയ്യുക, ദുആ കൊണ്ടൊക്കെ കൈ പിടിച്ച് വസിയത്ത് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല ഒരു ചാൻസ് കൂടിയാണ്. നാളെ 9 മണിക്ക് ഉസ്താദ് എത്തും. 9 മണി പറഞ്ഞാൽ മന്ത്രിമാരുടെ ടൈമല്ലേ ഇക്കാരം കോയക്കുട്ടി ഉസ്താദിന്റെ സമയം. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. മിക്കവാറും ഷാർപ്പ് 9 മണിക്ക് തന്നെ എത്തും. ഭയങ്കര കറക്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കണം എന്ന് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഈ മഹാനായ വലിയന്റെ ഹക്ക് കൊണ്ട് കെട്ടടിച്ചു തരുമാറാകട്ടെ. ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് കുടുംബങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സഹോദരി സഹോദരന്മാർ അവരുടെ മനസ്സിലെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറയാതെ മനസ്സിൽ ഇരുത്തി അത് ആ വിഷമം സഹിച്ചിരിക്കുന്ന ആൾക്കാർ ഈ സദസ്സിലും പുറത്തുമുണ്ട്. അവർക്കൊക്കെ നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. മാരകമായ രോഗങ്ങളിൽ പിടിപെട്ടിട്ട് വീട്ടുകാരും ബന്ധുക്കളൊക്കെ ടെൻഷനില്, ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സ കൊടുത്തു കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചയച്ച രോഗികൾ, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ, പല രോഗങ്ങളുടെയും വൈറസ്, കിഡ്നി സംബന്ധമായ രോഗമൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരിക്കും. ഈ പ്രതിസന്ധിക്കൊക്കെ നമുക്കൊരു പരിഹാരം വേണ്ടേ?
കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഏറ്റവും വലിയ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഇനി ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കിഡ്നി എന്ന രീതിയിലേക്ക്. ഞാൻ 3 ദിവസം മുമ്പ് കാപ്പാട് ഒരു പരിപാടിക്ക് വേണ്ടി പോയപ്പോ അവിടെ PP ബഷീർ എന്ന് പറഞ്ഞൊരു സുഹൃത്തിനെ കണ്ടു. ഒരു 54 വയസ്സുണ്ട് ഇപ്പൊ. അദ്ദേഹം എന്റെ കയ്യിൽ ഒരു പുസ്തകം തന്നു. അപ്പൊ സ്വന്തം അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. 3 വൃക്ക മാറ്റിവെക്കലിലൂടെ അരിച്ചെടുത്ത ജീവിതം. എന്റെ വണ്ടിയിലുണ്ട് ആ പുസ്തകത്തിന്റെ കോപ്പി. ബഷീർ എഴുതിയ പുസ്തകമാണ്. 3 വൃക്ക മാറ്റിവെക്കലിലൂടെ അരിച്ചെടുത്ത ജീവിതം. അത് ഭയങ്കര സംഭവമാണ്. ഒരു വൃക്ക മാറ്റിവെച്ച് അത് ഉമ്മാന്റെ വൃക്കയായിരുന്നു. ആ വൃക്ക അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത 2 വൃക്കയും ഫയലായി, നഷ്ടപ്പെട്ടു പോയി. അതിന്റെ പ്രവർത്തന ശേഷി നഷ്ടപ്പെട്ടു. അങ്ങനെ മാതാവ് തയ്യാറായി, എന്റെ 2 കിഡ്നിയിൽ ഒരു കിഡ്നി എന്റെ മകന് കിടക്കട്ടെ. ഓപ്പറേഷൻ നടന്നു. 12 ലക്ഷം റുപ്യ പ്ലാന്റേഷന് മാറ്റിവെക്കാൻ. അത് കൊടുത്ത് ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നു. 1 വർഷമേ വാലിഡിറ്റി കിട്ടിയിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇദ്ദേഹത്തിന് വീണ്ടും നീറ് കെട്ടലും പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ 2ാമതൊരു വൃക്കക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഒരു തമിഴ് യുവതിയുടെ വൃക്കയാണ് പിന്നെ കിട്ടുന്നത്. ബ്ലഡ് ഗ്രൂപ്പും സെയിമാണല്ലോ. ഈ വൃക്കയായിട്ട് ഈ മനുഷ്യൻ 19 കൊല്ലം 2ാമത്തെ പ്ലാന്റേഷൻ, 2ാമത്തെ വൃക്ക മാറ്റിവെക്കൽ, ഉമ്മാന്റെ വൃക്കയും നഷ്ടപ്പെട്ടു. 2ാമതൊരു വൃക്കയും കൂടി കയറ്റാൻ ആ വൃക്ക 19 കൊല്ലം ഇദ്ദേഹത്തിന് വാലിഡിറ്റി കൊടുത്തു. അതിൽ അദ്ദേഹം പറയാ പുസ്തകത്തിൽ, ആ കാലയളവിലാണ് എന്റെ വിവാഹം ഉണ്ടായത്. എന്നെ സ്വീകരിക്കാൻ വരുന്ന എന്റെ ഭാര്യയോട് ബന്ധുക്കളൊക്കെ പറഞ്ഞു, നീ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ട, വരനായി തയ്യാറാവേണ്ട 2ാം വൃക്ക മാറ്റിവെച്ച മനുഷ്യനാ. ഭാര്യ പറഞ്ഞു, അള്ളാഹു എനിക്ക് കണക്കാക്കിയ മനുഷ്യനാ ബഷീർക്ക, ഞാൻ അദ്ദേഹത്തെ കെട്ടു. അത്രയും കോൺഫിഡന്റ് ഉള്ള ഒരു പെണ്ണ് ഈമാനുമായിട്ട് ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി. ആ ഭാര്യയിലൂടെ അള്ളാഹു അദ്ദേഹത്തിന് 2 നല്ല സന്താനങ്ങളെ കൊടുത്തു. അവരിന്ന് യുവാക്കളാണ്. പിന്നെ അദ്ദേഹം ഗൾഫിൽ പോയി നല്ല ബിസിനസ് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായി. നല്ല ഈമാനിക ആവേശമുള്ള, ഭയഭക്തിയുള്ള, തഖ്വയുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കുടുംബം അങ്ങനെ. 19 കൊല്ലം ജീവിച്ചതിന്റെ ശേഷം ആ വൃക്കയും പോയി. 3ാമതൊരു വൃക്ക സ്വന്തം അനിയൻ കൊടുത്തു. അനിയനെയും ഞാൻ കണ്ടു. അനിയൻ കൊടുത്തു. ഇപ്പൊ അനിയന്റെ വൃക്കയായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇപ്പൊ നോക്കി നിങ്ങൾ പടച്ചോന്റെ ഓരോ കുതിരത്തുകളും കവാകളും. അപ്പൊ അദ്ദേഹം പറയാണ്, ഇനി നമ്മളെ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് വൃക്ക രോഗത്തിലേക്കാണ്. നമ്മളെ ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര മായം ചേർത്തും അതുപോലെ തന്നെ വിഷങ്ങൾ കുത്തിവെച്ചു ഇഞ്ചക്ട് ചെയ്തിട്ടും അല്ലെ, ഷവർമ്മ പോലും ആളെ കൊല്ലുന്ന പരിസ്ഥിതിയിലേക്ക് നമ്മുടെ നാട്ടില് നമ്മുടെ ഭക്ഷണ വിഭവങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇതെന്തുകൊണ്ട് ഒരു മുസ്ലിം സദസ്സിൽ, ഒരു വയലിന്റെ സദസ്സിൽ പറയുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവും. ഇനി ഇവിടെ അല്ലാതെ ഇത് ഓടിയും പറയാല്ല. പള്ളിയിൽ പോലും ഖുതുബന്റെ ശേഷം ഈ ഉത്ബോധനം കൊടുക്കണം എന്ന് കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ഒരു ഡോക്ടർ എന്റെ അടുത്തൊരു പ്രോഗ്രാമിൽ പറഞ്ഞത് ഞാനിങ്ങനെ ആലോചിച്ചു നോക്കുകയാണ്. നിങ്ങൾ മുസ്ലിം ഖതീബുമാർ പള്ളിയിൽ ഏറ്റവും വലിയ വിഷയമായി മുസ്ലിമിന്റെ ലൈഫ് സ്റ്റൈൽ, അവന്റെ ഫുഡ്, ഭക്ഷണ രീതി ശരിക്ക് ഫോക്കസ് ചെയ്ത് സംസാരിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഉമ്മത്തിൽ പെർ ഇയർ വർഷം 300 എന്ന രീതിയിൽ വൃക്കരോഗം കടന്നു വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആലിമീങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഫൈൽ കൊണ്ട് പടച്ചറപ്പ് നമ്മുടെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് കാവലിനെ തേടുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കരുതലുകൾ ഒരുപാട് നമ്മൾ ചെയ്യാം. ഇത് രണ്ടും സമ്മേളിപ്പിച്ച് കൊണ്ടുപോകണം. താൻ പാതി ദൈവം പാതി എന്നൊക്കെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാം. ബാക്കി പഠിച്ചോന്റെ അടുക്കലേക്ക് തവക്കുൽ അലല്ലാ. ഒക്കെ അലല്ലാ എന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഒഴിവാകുന്ന രീതിയൊന്നും ഇസ്ലാമിലില്ല. ഒക്കെ അലല്ലാ എന്ന് പറയാം. രോഗം വന്നാൽ ചികിത്സിക്കും വേണ്ട, ഡോക്ടറെ കാണും വേണ്ട. ഡോക്ടർ രോഗത്തെ ഭേദമാക്കാനുള്ള ഒരു വസീലയാണ്. അത് അള്ളാന്റെ കഥ. അവർക്ക് പോയേ തീരൂ. എല്ലാം അലല്ലാ എന്ന് പറഞ്ഞാണ്ട് വിടുന്ന രീതിയൊന്നും ഈമാനിലും ഇസ്ലാമിലും ഇല്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാം. അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ളത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് വിടുക. ഒരു ഒട്ടകത്തെ കെട്ടാതെ മദീനത്തെ പള്ളിയിലേക്ക് ഒരു സഹാബി വരെ നിസ്കരിക്കാൻ വന്നു. ഒട്ടകത്തെ അദ്ദേഹം കെട്ടില്ല. മദീനത്തെ പള്ളിയിൽ നിസ്കാരം നടക്കേണ്ടത് കണ്ടപ്പോ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയാണ്ട് നേരെ പള്ളിക്ക് വന്നു. ഇതേ നിസ്കാരം ജമാഅത്തൊക്കെ കഴിഞ്ഞപ്പോ ഒട്ടകത്തിനെ പോയി തെരഞ്ഞപ്പോ മേഞ്ഞ് തിന്ന് നടന്ന് ഒട്ടകം മിസ്സായിട്ടുണ്ട്. പോയി റസൂലുള്ള മിഹ്റാബിൽ ഇങ്ങനെ ഇരിക്കുക. ഓടിണ്ട് അതിനെ തിരിച്ചു കിട്ടാൻ ദുആ ചെയ്തിട്ട് എനിക്ക് തിരിച്ചു തരണേ മുസ്തഫ. സഹാബി വര്യനോട് പുണ്യ റസൂല് പറഞ്ഞു, പോടാ ഇവിടുന്ന്, ഒട്ടകത്തെ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്ന് പറ എന്നോട്. അള്ളാന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഒട്ടകത്തെ കെട്ടിയിരുന്നോ? സഹാബി പറഞ്ഞു, തലയിൽ ഞാൻ ചൊറിഞ്ഞാണ്ട് പറഞ്ഞു, ഇല്ല നബി, ഞാൻ ഒട്ടകത്തെ കെട്ടിയില്ലേ. എന്നാ പിന്നെ എന്നെ ദ്വാരന്ന് കാണാൻ ഉണ്ടാക്കിക്കോ. ഒട്ടകത്തെ കെട്ടാതെ ഒട്ടകം മിസ്സായിട്ടുണ്ടെങ്കിൽ അതിനെ ദ്വാരന്ന് കാണാൻ എനിക്ക് തരലൊന്നും മുഹമ്മദിന്റെ ഡ്യൂട്ടി അല്ല. പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു വലിയ കമാൻഡാ. ഒട്ടകത്തെ നീ കെട്ടിയിട്ടു, അതിന്റെ ശേഷം നിന്റെ ഒട്ടകം മിസ്സായി, എന്നാൽ അത് ദുആ ചെയ്ത് തരൽ നിന്റെ ഉത്തരവാദിത്ത. നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇതിലെങ്ങനെ ബസ് പോകുമ്പോ
കുറ്റിപ്പുറം ഭാഗത്ത് കൂടെ തൃശ്ശൂർക്ക് പോകണം ബസ്സിലാണ്ട് കയറിക്കാണ്ട് പടച്ചോനോട് ഭയങ്കര ദുആ, അല്ലാഹുവേ നീ എന്നെ കോഴിക്കോട് എത്തിക്കണേ അല്ലേ, ഭയങ്കര ഇപ്പൊ അസ്മാഉൽ ഹുസ്നല്ല, അതിനപ്പുറം വിളിച്ചു കണ്ട് അള്ളാന്റെ മുഴുവൻ മറവിട്ട് കിടക്കുന്ന ആലിമീങ്ങളെ വിളിച്ചാണ്ട് ദ്വാരുന്നാലും ചിലപ്പോൾ നടന്നോളണമെന്നില്ല. കാരണം ഇപ്പൊ ചെയ്യേണ്ട ഒരു പണി ഉണ്ടായിന്, കോഴിക്കോട്ടേക്കുള്ള ബസ് കയറില്ല ആ പരിപാടി. ആ ബസ് കയറിയിട്ട് കോഴിക്കോട്ട് എത്താത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചോ. അതാണ് ദാം പാതി ദൈവം പാതി എന്ന് പറഞ്ഞ വാക്കിന്റെ ഏറ്റവും വലിയ ആക്റ്റായ അർത്ഥം. മുസ്ലിം ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ കഴിവിന്റെ പരമാവധി നമ്മളൊക്കെ ചെയ്തതിന്റെ ശേഷം പിന്നുണ്ട് പടച്ചോന്റെ അടുത്തേക്ക് വിട്ടിട്ടൊരു ദുആ, അത് ഖാലിസായ ദ്വൈകാരം. ആ ദ്വാക്ക് തള്ളലില്ല, തട്ടലില്ല, ഉറപ്പാ അള്ളാഹു സ്വീകരിക്കും. നമ്മളതിലൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافي مزيدا. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم اقض حاجاتنا بحق هذا الولي يا رب العالمين، واشف أمراضنا وبلغ آمالنا وصحح أجسامنا وأد ديوننا وامح ما كان منا من سيئاتنا وتقبل حسناتنا وكن معنا حيث كنا ولا تكن علينا يا رب العالمين. اللهم اهد شباب المسلمين، اللهم اهد فتيات المسلمين، اللهم جملهن بالحجاب وزينهن بالعفاف. اللهم وفق للجمعيات والمنظمات والهيئات التي تخدم الإسلام والمسلمين في ولايتنا في وطننا اللادينية الهند، خاصة في ولايتنا كيرلا، لما تحب وترضاه يا رب العالمين. اللهم عليك بأعدائك الذين يحاربونك ويحاربون رسلك ويحاربون وليك هذا ويحاربون أولياءك وأنبياءك يا ذا الجلال والإكرام. اللهم سدد رميتهم، اللهم أفشل خطتهم، اللهم أقل عددهم، اللهم دمر كيدهم يا رب العالمين. اللهم أذلهم يا الله. اللهم انصر إخواننا المسلمين في فلسطين. اللهم كن معنا ومعهم حيث كنا وكانوا يا رب العالمين. اللهم دمر الطغاة الإسرائيلية، اللهم شتت شملهم، اللهم دمر بيوتهم، اللهم يتم أولادهم، اللهم مزق أوراقهم يا رب العالمين. പടച്ചോനെ ഞങ്ങളെ സ്വരം നീ കേൾക്കണേ റബ്ബേ, ഈ ഉയർത്തിയ കരങ്ങളെ തട്ടല്ല റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഔലിയാക്കന്മാരെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ നീ സ്വീകരിക്കു റബ്ബേ. ഞങ്ങൾ ദോഷം ചെയ്തവരാണ്, ഇത് തൗബയായി കബൂൽ ചെയ്യ റബ്ബേ. ഞങ്ങളെ ദോഷങ്ങളെ പൊറുക്കു റബ്ബേ. ആ ദോഷങ്ങളിൽ രഹസ്യമുണ്ട്, ആ ദോഷങ്ങളിൽ പരസ്യമുണ്ട്, ആ ദോഷങ്ങളിൽ ചെറുതും വലുതുമുണ്ട്, അറിഞ്ഞും അറിയാതെയും ചെയ്തവയുണ്ട്, എല്ലാം പൊറുക്കു റബ്ബേ. അല്ലാഹുവേ, ഉമ്മ പറ്റ മക്കളെ പോലെ ഞങ്ങളെ നിഷ്കളങ്കരാക്ക റബ്ബേ. അല്ലാഹുവേ, നിങ്ങൾക്ക് ആഫിയത്ത് വശാരമായി കൊണ്ട റബ്ബേ, ഇസ്സത്ത് കൊണ്ട റബ്ബേ, റാഹത്ത് കൊണ്ട റബ്ബേ, ദീർഘായുസ് കൊണ്ട റബ്ബേ, നിന്റെ ദീനിനെ സേവിക്കാനുള്ള ശക്തി കൊണ്ട റബ്ബേ. അല്ലാഹുവേ, അവസാനം ഈമാൻ കാമിലായി സ്വർഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് കൊണ്ട റബ്ബേ. മരണത്തിന്റെ ഭയാനകതയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന അല്ലാഹുവേ, ആഖിബത്ത് ഞങ്ങൾക്ക് നന്നാക്കിക്കൊണ്ട അല്ലാഹ്. മലക്കുൽ മൗത്തിന്റെ കയ്യിലേക്ക് ചങ്ക് നീട്ടി കൊടുക്കുമ്പോ പുഞ്ചിരിച്ച് സ്വസ്ഥമായിട്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടിട്ട് കണ്ണടക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവര് 6 അടി മണ്ണിലാണ്. പടച്ചോനെ, ഇതിന്റെ മിഥില സവാബ് അവരെ ഖബറിലേക്ക് എത്തിക്ക് റബ്ബേ.
ഞങ്ങൾ ഉയർത്തിയ കയ്യിന്റെ പ്രതിഫലം അവരെ ഖബറിലേക്ക് എത്തിക്ക് റബ്ബേ. ഞങ്ങളെ ഖബറിനെയും അവരെ ഖബറിനെയും നീ സ്വർഗമാക്ക് റബ്ബേ. പടച്ചോനെ, നിന്റെ വലിയന്റെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയുന്നു. പടച്ചോനെ, ഇത്തരം ഔലിയാക്കന്മാരെ കുരുത്തക്കേടുമായോലെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളായിട്ട് ഒന്നും സമ്പാദിച്ചിട്ടില്ല. അവരോടുള്ള അടുപ്പമാണ്, അവരോടുള്ള ജിവാറാണ്, അവരോടുള്ള ഖിദ്മത്താണ്. പടച്ചോനെ, അവരെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ബഹുമാനത്തോടുകൂടെ ഇരിക്കുന്ന ഇരുത്താണ് ഞങ്ങൾക്ക് ആകെയുള്ള കൈമുതൽ. പടച്ചോനെ, ആലിമീങ്ങളുടെ ഹുബ്ബ് കൊണ്ടെങ്കിലും നീ അവരോടൊപ്പം ഞങ്ങളെ ചേർക്ക് റബ്ബേ. അവരെ ശഫാഅത്തിന് ഞങ്ങളെ പെടുത്ത് റബ്ബേ. റബ്ബി പറന്നുപോയി പുണ്യ റസൂലിന്റെ ഹുബ്ബ് ഞങ്ങളെ മനസ്സിലേക്ക് നിറച്ചു തരണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്ത് റബ്ബേ. നിന്റെ റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ പേരുണ്ടാകണേ റബ്ബേ. മദീനയിലെ രാജകുമാരന്റെ റൗള ഞങ്ങളെ ഹയാത്ത് കാലത്ത് ആവർത്തിച്ച് കാണിപ്പിക്ക് റബ്ബേ. അവിടത്തെ സ്വപ്നത്തിൽ കാണിപ്പിക്ക് റബ്ബേ. അവിടത്തെ ശഫാഅത്ത് നാളെ ഞങ്ങൾക്ക് കൊണ്ട് റബ്ബേ. അവിടുന്ന് സ്വർഗത്തിന്റെ വാതില് മുട്ടി തുറക്കുമ്പോ പിന്നിൽ ഞങ്ങളുണ്ടാവണേ റബ്ബേ. അല്ലാഹുവേ, തമ്പുരാനെ, കടം കൊണ്ട് വലയുന്നവരുണ്ട്, ഞങ്ങളെ കടം വീട്ടു റബ്ബേ. ഞങ്ങളുടെ നാട്ടിൽ ഗർഭിണികളുണ്ട്, സുഖപ്രസവം കൊടുക്കു റബ്ബേ. മക്കളില്ലാത്തവരുണ്ട്, ആണും പെണ്ണുമായ മക്കളെ കൊടുക്കു റബ്ബേ. വീട് പണി തുടങ്ങിയവരുണ്ട്, പൂർത്തിയാക്കാൻ സഹായിക്കു റബ്ബേ. ആശുപത്രിയിലും വീട്ടിലും നരകിച്ച് കഴിയുന്നവരുണ്ട്, പടച്ചോനെ, അവരെ രോഗം പൂർണ്ണമായി ശിഫയാക്കു റബ്ബേ. മരണമാണ് ഖൈറ് എന്ന രീതിയിൽ വളരെ വിഷമം സഹിച്ച് കഴിയുന്നവരുണ്ടെങ്കിൽ പടച്ചോനെ, ഈമാനോടുകൂടെയുള്ള മൗത്ത് കൊടുക്കു റബ്ബേ. അല്ലാഹുവേ, തമ്പുരാനെ, ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് കൊണ്ട് റബ്ബേ. അത് സ്വഹീഹായ രീതിയിലാക്കി കൊണ്ട് റബ്ബേ. നിന്റെ മുത്തിന്റെ കൈ കൊണ്ട് ഹൗദുൽ കൗസർ ഞങ്ങളെ കുടിപ്പിക്കു റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ഹിസാബ്, ഞങ്ങളെ ഖബർ, ഞങ്ങളെ മീസാൻ, ഞങ്ങളെ സിറാത്ത് എല്ലാം ഞങ്ങൾക്ക് എളുപ്പമാക്കിക്കൊണ്ട് റബ്ബേ. ഞങ്ങളെ ശരീരത്തിൽ സ്വർഗം വാജിബാക്ക് റബ്ബേ. ഞങ്ങളെ ശരീരത്തിൽ നരകത്തിന്റെ തീ ഹറാമാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ മഹല്ലിനെ, ഞങ്ങളെ കുടുംബങ്ങളെ, ഞങ്ങളെ മതത്തിനെ പറയിപ്പിക്കുന്ന ആണും പെണ്ണുമായി ഞങ്ങളെ നാട്ടിലെ യുവതി യുവാക്കളെ മാറ്റല്ല റബ്ബേ. അവർക്ക് സന്മനസ്സും ഹിദായത്തും കൊടുക്കു റബ്ബേ. കാലദോഷം കൊണ്ട് അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ പുറത്തു കൊടുക്കു റബ്ബേ. ഈ പരിപാടിയെ സഹായിച്ചവരെ നീ സഹായിക്കു റബ്ബേ. അല്ലാഹുവേ, ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്ര പരിശ്രമം നടത്തി നെട്ടോട്ടമോടുന്നവർക്ക് നീ ഖൈറും ആഫിയത്തും കൊടുക്കു റബ്ബേ. ഇതിന്റെ സംഘാടകർക്ക് ആഫിയത്ത് കൊടുക്കു റബ്ബേ. ഇതിനെ വിജയിപ്പിക്കുന്നവർക്ക് ആഫിയത്ത് കൊടുക്കു റബ്ബേ. അല്ലാഹുവേ, വലിയന്റെ ദർജ ഉയർത്തി കൊടുക്കു റബ്ബേ. ഇവരെ സംരക്ഷണം ഈ നാട്ടിനും മറുനാട്ടിനും ഉണ്ടാക്കണേ റബ്ബേ. പടച്ചോനെ, ഈ വലിയന്റെ കാരണത്താൽ ഈ നാട്ടിലേക്ക് വരാൻ നീ ഏതെങ്കിലും വിപത്തിനെ വിധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തട്ടിക്കളയ റബ്ബേ. പടച്ചോനെ, ഞങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗങ്ങളുടെ വൈറസ് ഞങ്ങൾ അറിയാതെ മുക്കിലോ മൂലയിലോ ഒളിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ പടച്ചോനെ, അതിന് കരിച്ചു കളയ റബ്ബേ. കരിച്ചു കളയ റബ്ബേ. ഞങ്ങളുടെ കിഡ്നിയെയും കരളിനെയും ലിവറിനെയും ഹാർട്ടിനെയും മസ്തിഷ്കത്തെയും ഞങ്ങളുടെ ശരീരത്തിന്റെ ബ്ലഡിനെയും ഞരമ്പിനെയും എല്ലിനെയും നീ സംരക്ഷിക്കു റബ്ബേ. പൂർണ്ണ ആരോഗ്യത്തോടെ സംരക്ഷിക്കു റബ്ബേ. അതിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഞങ്ങളിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈ വലിയന്റെ ഹക്ക് കൊണ്ട്, നിന്റെ ഔലിയാക്കന്മാരുടെ ദർജ കൊണ്ട്, ഈ പരിപാടിയുടെ ഹുർമത്ത് കൊണ്ട് പടച്ചോനെ അതിന് ഒഴിവാക്കിക്കൊണ്ട് റബ്ബേ. ഞങ്ങൾക്ക് പൂർണ്ണ ആഫിയത്തോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് കൊണ്ട് റബ്ബേ. പടച്ചോനെ, ഞങ്ങളെ യുവതികൾ പാവികളാണ്, ഞങ്ങളെ ചെറുപ്പക്കാർ സാധുക്കളാണ്, പുറത്തു കൊടുക്കു റബ്ബേ. അറിവില്ലായ്മ കൊണ്ട് ഈ പാവങ്ങൾ ചെയ്ത തെറ്റുകളെ പുറത്തു കൊടുക്കു റബ്ബേ. നിന്റെ ദീനിന് വഴിപ്പെടാനുള്ള മനക്കരുത്തും തൗഫീഖും അവർക്കും ഞങ്ങൾക്കും പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആൾക്കാരുണ്ട്, ചെറുപ്പക്കാർ പോലുമുണ്ട്, ആകസ്മികമായി മരിച്ചുപോയവരുണ്ട്. പടച്ചോനെ, അവരെല്ലാം ഖബറിനെ സ്വർഗമാക്കി കൊടുക്കു റബ്ബേ. അവരെ ഖബറിലേക്ക് ഞങ്ങളുടെ സദസ്സിന്റെ നന്മയുടെ പുണ്യം എത്തിക്കു റബ്ബേ. അല്ലാഹുവേ, ആഫാത്ത്, മുസീബാത്തുകൾ, അപകട മരണങ്ങൾ ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഏതെങ്കിലും വിധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുആന്റെയും സദഖാന്റെയും ഹക്ക് കൊണ്ട് പടച്ചോനെ അതിനെ തട്ടിക്കളയ റബ്ബേ. തട്ടിക്കളയ റബ്ബേ. തട്ടി മാറ്റണേ റബ്ബേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. آمين 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 برحمتك يا أرحم الراحمين. صلى الله على محمد
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും.